ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. സോറി പ്രിയ കൂട്ടുകാരെ, കുറച്ച് കോൾഡ് ഉണ്ട്. ഇന്ന് നമുക്ക് 3 ശ്ലോകങ്ങൾ നോക്കാം. ഈ ദശകത്തിൽ 11 ശ്ലോകമുണ്ട്. അതിനാൽ 9, 10, 11 നമുക്ക് ഇന്ന് നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 76 ഉദ്ധവദൂത്യം ശ്ലോകം 9. രാധായ മേ പ്രിയതമമിദം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയേവ ഇത്യാദ്യേവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജനേ മാമിത്തം വാദൈരരമയദയം ത്വത്പ്രിയാമുത്പലാക്ഷീം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം അതേപോലെ എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. രാധായ മേ പ്രിയതമം ഇദം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയേവ ഇത്യാദ്യേവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജനേ മാം ഇത്തം വാദൈർ അരമയത് അയം ത്വത്പ്രിയാം ഉത്പലാക്ഷീം. അർത്ഥം: ഇതും ഇത് മേ എൻ്റെ, രാധായ രാധയ്ക്ക്, പ്രിയതമം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, മത്പ്രിയ എൻ്റെ പ്രിയപ്പെട്ട രാധ, ഏവം ഇപ്രകാരം, ബ്രവീതി പറയുന്നു, സഖേ സ്നേഹിത, ത്വം അങ്ങ്, മാനിനി പ്രണയകുപിതയായ, മത്പ്രിയ ഇവം എൻ്റെ പ്രിയപ്പെട്ട രാധയെന്ന പോലെ, കിം എന്തുകൊണ്ട്, മൗനം മൗനത്തെ, കലയസി ഭജിക്കുന്നു, സഖി അല്ലയോ സഖി രാധേ, ത്വത്പ്രിയ നിന്റെ പ്രിയൻ, നിർജനെ ആരുമില്ലാത്തിടത്തു വെച്ചു, ഇത്യാദി ഏവ ഇപ്രകാരമൊക്കെ തന്നെ, മാം എന്നോട്, പ്രവദതി ഓരോന്ന് പറഞ്ഞ്, ഇത്തം വാദൈ ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട്, ത്വത്പ്രിയ അങ്ങയുടെ പ്രിയപ്പെട്ട, ഉത്പലാക്ഷീം സുന്ദരിയായ രാധയെ, അയം ഈ ഉദ്ധവൻ, അരമയത് സന്തോഷിപ്പിച്ചു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്നൊന്ന് നോക്കാം. രാധായ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മേ പ്രിയതമമിദം, പ്രിയതമം ഇദം, മത്പ്രിയൈവം ബ്രവീതി, ബ്ര എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ത്വം കിം മൗനം കലയസി സഖേ, സഖേ എന്നുള്ളതിൻ്റെ ഖ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. മാനിനി മത്പ്രിയേവ ഇത്യാദി ഏവ ഇത്യാദ്യേവ പ്രവദതി സഖി, ഖി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വത്പ്രിയോ നിർജനേമാം, നിർജനെ 2 ജ എന്നുണ്ട്, നിർജ, അപ്പോൾ ഒന്ന് ഊന്നി പറയണത് നിർജനേമാം. ഇത്തം, ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വാദൈർ അരമയത് അയം, ത്വത് പ്രിയാം ഉത്പലാക്ഷീം, ക്ഷീം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രാധായ മേ പ്രിയതമമിദം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയേവ ഇത്യാദ്യേവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജനേ മാമിത്തം വാദൈരരമയദയം ത്വത്പ്രിയാമുത്പലാക്ഷീം.
അടുത്തത് 10ാമത്തെ ശ്ലോകം. ഏഷ്യാമിദ്രാകനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേപി സ്മരണദൃഢതാ സംഭവാൻ മാസ്തു ഖേദ ബ്രഹ്മാനന്ദേ മിളതി ന ചിരാത് സംഗമോ വാ വിയോഗസ്തുല്യോ വ സ്യാദിതി തവ ഗിരാ സോകരോന്നിർവ്യഥാസ്താ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം എങ്ങനെ ചൊല്ലാമെന്നും നോക്കാം. ഏഷ്യാമി ദ്രാഗ് അനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേപി സ്മരണ ദൃഢതാ സംഭവാത് മാസ്തു ഖേദ ബ്രഹ്മാനന്ദേ മിളതി ന ചിരാത് സംഗമോ വാ വിയോഗ തുല്യോ വ സ്യാത് ഇതി തവ ഗിരാ സോകരോത് നിർവ്യഥാ സ്താ. അർത്ഥം: ദ്രാഗ് വേഗം, ഏഷ്യാമി ഞാൻ അവിടെ എത്തും, അനുപഗമനം വരാതെയിരിക്കുന്നത്, കേവലം കാര്യഭാരാത് വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുള്ളത് കൊണ്ടാണ്, വിശ്ലേഷേ അപി വേർപാടിലും, സ്മരണദൃഢതാ സംഭവാത് എന്നെക്കുറിച്ചുള്ള ഓർമ്മയ്ക്ക് ഉറപ്പുണ്ടാകുന്നതിനാൽ, ഖേദം ദുഃഖം, മാ അസ്തു ഉണ്ടാകരുത്, ന ചിരാത് കാലതാമസം കൂടാതെ, ബ്രഹ്മാനന്ദേ ശാശ്വതമായ പരമാനന്ദം, മിളതി വരുമ്പോൾ, സംഗമ വാ സംയോഗവും, വിയോഗ വാ വേർപാടും, വ നിങ്ങൾക്ക് തുല്യ സമമായി, സ്യാത് തീരും അല്ലെങ്കിൽ സംഭവിക്കും, സ ആ ഉദ്ധവൻ, ഇതി ഇപ്രകാരം, തവ അങ്ങയുടെ, ഗിരം വാക്കുകൊണ്ട്, താ ആ ഗോപികമാരെ, നിർവ്യഥാസ്ത ദുഃഖമില്ലാത്തവരാക്കി, അകരോത് തീർത്തു. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ഏഷ്യാമി ദ്രാഗ് അനുപഗമനം ചേർത്തിട്ട് ദ്രാഗനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേ അപി സ്മരണ ദൃഢതാ ചേർത്തിട്ട് ദ്രാഗനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേപി സ്മരണ ദൃഢതാ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദ്വിശ്ലേഷേപി അത് നമുക്ക് പിരിച്ചിട്ട് ചൊല്ലാം. കാര്യഭാരാത് പിന്നെ വിശ്ലേഷേപി അങ്ങനെ ചൊല്ലാം. ഇവിടെ കാര്യഭാരാത് ദ്വി എന്നുള്ളതിൻ്റെ ദ് എന്ന് ഇവിടെ വന്നിട്ട് ബാക്കി വിശ്ലേഷേപി അങ്ങനെ ചൊല്ലാം. സംഭവാത് മാസ്തു ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചേർത്ത് ചൊല്ലുമ്പം സംഭവാൻ മാസ്തു ഖേദ് അവിടെ വിസർഗം, ഖേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബ്രഹ്മാനന്ദേ ബ്രഹ്മ എന്നുള്ളതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചോളൂ, മാഹ എന്ന് വരണം. ബ്രഹ്മാനന്ദേ മിളതി ന ചിരാത് സംഗമോ വാ വിയോഗസ്തുല്യോ ചേർത്ത് ചൊല്ലാനുള്ളതാണത്. വിയോഗസ്തുല്യോ വ അവിടെ വിസർഗം. സ്യാദ് ഇതി ചേർത്തിട്ട് സ്യാദിതി തവ ഗിരാ സ അകരോത് ചേർത്തിട്ട് സോകരോത് നിർവ്യഥാ സ്താ ലാസ്റ്റിൽ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. നിർവ്യഥാ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഏഷ്യാമിദ്രാഗനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേപി സ്മരണദൃഢതാ സംഭവാൻ മാസ്തു ഖേദ ബ്രഹ്മാനന്ദേ മിളതി ന ചിരാത് സംഗമോ വാ വിയോഗസ്തുല്യോ വ സ്യാദിതി തവ ഗിരാ സോകരോന്നിർവ്യഥാസ്താ. 11ാമത്തെ ശ്ലോകം. ഏവം ഭക്തി സകലഭുവനേ നേക്ഷിതാ ന ശ്രുതാ വാ കിം ശാസ്ത്രൗഖൈ കിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു
ഇത്യാനന്ദാകുലമുപഗതം ഗോകുലാദുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപതേ പാഹി മാം ആമയൗഖാത്. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഏവം ഭക്തി സകലഭുവനേ നേക്ഷിത ന ശ്രുത വാ കിം ശാസ്ത്രൗഖൈ കിമിഹ തപസ ഗോപികാഭ്യോ നമോസ്തു ഇത്യാനന്ദാകുലം ഉപഗതം ഗോകുലാത് ഉദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ പാഹി മാം ആമയൗഖാത്. അർത്ഥം: ഏവം ഇപ്രകാരം ഭക്തി ഭഗവാങ്കലുള്ള ഭക്തി സകല ഭുവനെ മൂന്നു ലോകങ്ങളിൽ മറ്റൊരിടത്തും ന ഈക്ഷിത കാണപ്പെട്ടിട്ടില്ല ന ശ്രുത വ കേൾക്കപ്പെട്ടിട്ടുമില്ല ഇഹ ഇവിടെ ശാസ്ത്രൗഖൈ ശാസ്ത്രങ്ങൾ കൊണ്ട് കിം എന്താണ് പ്രയോജനം തപസ തപസ്സുകൊണ്ട് കിം എന്താണ് ഫലം ഗോപികാഭ്യ ഗോപികമാർക്കായിക്കൊണ്ട് നമ അസ്തു നമസ്കാരം ഭവിക്കട്ടെ ഇതി ഇപ്രകാരം ഗോകുലാത് ഗോകുലത്തിൽ നിന്ന് ആനന്ദാകുലം ആനന്ദം കൊണ്ട് പരവശനായി ഉപഗതം അടുത്തെത്തിയ തം ആ ഉദ്ധവം ഉദ്ധവനെ ദൃഷ്ട്വ കണ്ടിട്ട് ഹൃഷ്ട സന്തുഷ്ടനായി തീർന്ന അവിടുന്ന് ഗുരുപുരപദേ ഗുരുവായൂരപ്പ ആമയൗഖാത് ദുഃഖസമൂഹത്തിൽ നിന്ന് മാം എന്നെ പാഹി രക്ഷിച്ചാലും. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ഏവം ഭക്തി അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സകല ഭുവനെ ഒരു സാന്ന് മതി, ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ട് സാന്ന് വേണം. ഭക്തി എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം, ഭുവനെ എന്നുള്ളതിൻ്റെ ഭൂന്നും ഊന്നി പറയാനുള്ളതാണ്. നേക്ഷിത ക്ഷി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ന ശ്രുത വാ കിം ശാസ്ത്രൗഖൈ അവിടെ വിസർഗം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കിം ഇഹ കിമിഹ തപസ ഗോപികാഭ്യ നമ അസ്തു അത് ചേർത്തിട്ടാണ് ഗോപികാഭ്യോ നമോസ്തു. ഇത്യാനന്ദാകുലം ഉപഗതം ഗോകുലാത് ഉദ്ധവം തം ഗോകുലാദുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ പാഹി മാം ആമയൗഖാത്. അങ്ങനെയാണത് ചൊല്ലേണ്ടത്. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. 3 മാ നടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിലെ 2 മാ ആദ്യം ചൊല്ലുക നമ്മൾ. പാഹി മാം ആമയൗഖാത്. ഏവം ഭക്തി സകല ഭുവനേ നേക്ഷിത ന ശ്രുതാ വാ കിം ശാസ്ത്രൗഖൈ കിമിഹ തപസ ഗോപികാഭ്യോ നമോസ്തു ഇത്യാനന്ദാകുലമുപഗതം ഗോകുലാദുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപദേ പാഹി മാം ആമയൗഖാത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.